ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തിരുവോണത്തിന് ഇഞ്ചിത്തൈര് വേണം കേട്ടോ. ഇഞ്ചിത്തൈരില്ലാതെ എന്ത് ഓണം? 101 കറികൾക്ക് തുല്യമാണ് ഇഞ്ചിത്തൈര്. അപ്പോൾ നമുക്ക് വളരെ ഈസിയായി 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് കേട്ടോ ഇഞ്ചിത്തൈര്. നമ്മുടെ ശരീരത്തിൽ വയറിനുള്ളിൽ ദഹനത്തിന് ഏറ്റവും പറ്റിയ ഒന്നാണ് ഈ ഇഞ്ചിത്തൈര്. നമുക്കിത് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. നമുക്കൊരു മൺചട്ടി എടുക്കാം. മൺചട്ടി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല കട്ടിയുള്ള തൈരെടുക്കാം. മീഡിയം സൈസ് പുളിയുള്ള തൈരാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു വിസ്ക് വെച്ച് 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു കപ്പ് തേങ്ങ ചിരവിയതും, ഇഞ്ചിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 3 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസുകളാക്കിയതാണ്. ഒരു വിരൽ വലിപ്പത്തിലുള്ള 3 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചതച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ വളരെ തരിതരിപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ തൈരിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് അരക്കുമ്പോൾ ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല ജീരകം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പെടുത്ത് മീതേക്ക് വിതറി കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. പാകത്തിന് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങ ചെന്നപ്പോൾ തന്നെ നമ്മുടെ തൈര് പാകത്തിനുള്ള പുളിയായിട്ട് ഉപ്പും കൂടി ചേർന്നപ്പോൾ നല്ല രുചിയിൽ തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ച് കൊടുക്കാം. അടുപ്പിലേക്കൊരു കടായി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായി വന്നാൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിടാം. ഒരു വറ്റൽമുളക് 2 കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഞാനിതൊന്ന് താളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ തൈര് തേങ്ങയെ കൂടി മിക്സാക്കിയതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഒരു പണിയില്ല. നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നമുക്ക് താളിക്കാൻ മാത്രമായിട്ട് അടുപ്പ് കത്തിച്ചാൽ മാത്രം മതി. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ? വളരെ എളുപ്പമുള്ള വിഭവങ്ങൾ നോക്കി ഓണത്തിന് തയ്യാറാക്കൂട്ടാ. കണ്ടില്ലേ, ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് ഇളക്കാതെ ഇങ്ങനെ വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, മിക്സാക്കിയ കോലമാണ് കേട്ടോ ഇത്. ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് ഊണ് കഴിക്കുമ്പോൾ വിളമ്പാം. സദ്യക്കൊക്കെ മസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ രുചികരമായ ഈ ഇഞ്ചിത്തൈര് 101 കറികൾക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.